മേഘാലയ ഇന്ത്യയിലെ ഏറ്റവും വെറ്റസ്റ്റ് സ്റ്റേറ്റ്, അതായത് ഏറ്റവും ആർദ്രമായി ഈർപ്പമുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ ഇവിടെ നമ്മുടെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയോ? ഒന്നാമത് ഇവിടെ മഴയേ ഇല്ലാത്ത വെയിലുള്ളൊരു കാലാവസ്ഥ, ഏപ്രിൽ മാസം ആയതുകൊണ്ടാവും. പിന്നെ വേറൊരു കാര്യമുള്ളതെന്ന് പറയുമ്പോൾ, നമുക്ക് ഇന്ത്യയിലാണെന്നേ തോന്നുന്നില്ല. ഇവിടുത്തെ ഭാഷ മനസ്സിലാകുന്നില്ല. ഇവിടുത്തെ മനുഷ്യരെ കാണുമ്പോൾ, അവരുടെ രീതികൾ കാണുമ്പോൾ, ജീവിത രീതികൾ കാണുമ്പോഴൊക്കെ ശരിക്കും വ്യത്യസ്തമായ ഒരു മനോഹരമായ ഒരു ഗ്രാമാന്തരീക്ഷം എന്നുള്ളതിനേക്കാൾ കൂടുതൽ കാടിനെ അറിഞ്ഞ്, പ്രകൃതിയെ അറിഞ്ഞ് ജീവിക്കുന്ന മനുഷ്യരുടെ ഒരു ജീവിത രീതിയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ എത്തുന്നത് ഷിലോങ്ങിൽ നിന്ന് നമ്മൾ ഏതാണ്ട് ദൈക്കി നദി ലക്ഷ്യം വെച്ചുള്ള യാത്രയാണ്. യാത്രയിൽ ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ലിവിംഗ് റൂട്ട് ബ്രിഡ്ജ്, അതായത് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, ജിങ് കെയിങ് ജുറി എന്നാണ് അതിന് പറയണത്. ജിങ് കെയിങ് ജുറി ശരിക്കും പറഞ്ഞാൽ ഒരു ചൈന ലാംഗ്വേജിലാണല്ലോ ഈ ഇങ് കൂടുതൽ വരുന്നത്. അപ്പോൾ ആ ഒരു ഇങ്കാരം ഇവിടെ എല്ലായിടത്തും, ഷില്ലോങ് എന്ന് പറയുന്ന പേരിൽ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും ആ ഇങ് ഉണ്ട്. അപ്പോൾ ഇതാണ് ജിങ് കെയിങ് ജുറി ലിവിംഗ് റൂട്ട് ബ്രിഡ്ജ്. പേര് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും, മരത്തിൻ്റെ വേരുകളാൽ ഉണ്ടാക്കപ്പെട്ട, സ്വാഭാവികമായിട്ടുള്ള വേരുകൾ തന്നെ വെച്ച് ഉണ്ടാക്കിയിട്ടുള്ളൊരു പാലാണ്. ഈ പാലം ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഡബിൾ ഡെക്കർ ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ബ്രിഡ്ജ് ഉണ്ട്. അത് എന്ന് പറഞ്ഞാൽ 3000-ഓളം പടികൾ ഇറങ്ങി വേണം പോകാനായിട്ട്. നമ്മൾ ഇത്തവണത്തെ യാത്രാ പദ്ധതി അത് ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് ഇത്തവണ ലിവിംഗ് റൂട്ട് ബ്രിഡ്ജാണ്. നമുക്ക് കാണാം എങ്ങനെയുണ്ടെന്ന്. മേഘാലയയിൽ നമുക്ക് കാണാനുള്ളത് എന്താണെന്ന് വെച്ചാൽ കാട് 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 അത് തന്നെയാണ്. കാടും പുഴകളും തടാകങ്ങളും പിന്നെ മഞ്ഞ് എന്ന് പറയാനാവില്ല, മലകളും ഒക്കെ ആയിട്ടുള്ള ഒരു മനോഹര ഭൂമിക. ഭാരതത്തിൻ്റെ മുഴുവൻ മനോഹാരിതയും ഇവിടെ ഒത്തുചേരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഇപ്പോൾ വികസനത്തിൻ്റെ ഭാഗമായിട്ട് റോഡുകളൊക്കെ ഇങ്ങനെ പുരോഗമനത്തിന് വേണ്ടിയിട്ട് റോഡുകളൊക്കെ തകൃതിയായി പണിതുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ യാത്ര അത്ര സുഖകരമല്ല ഇവിടേക്ക് വരാൻ. പക്ഷേ ഒരു ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിഞ്ഞാൽ അതൊരു അനുഭൂതി തന്നെയാണ് കേട്ടോ. എത്തിക്കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു അനുഭവം രസകരമാണ്. കല്ലുകളാൽ മുളകളാൽ ഒക്കെ അലങ്കരിച്ചൊരു പ്രദേശം. പ്രകൃതിയാൽ ഇത് എങ്ങനെയോ അങ്ങനെ തന്നെ സംരക്ഷിച്ചുകൊണ്ട് ഇവിടുത്തെ ഒരു ടൂറിസം കൊണ്ടുപോകുന്നു എന്നുള്ളത് ശരിക്കും നമ്മൾ എല്ലാ തരത്തിലും പ്രശംസിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലിവിംഗ് റൂട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത് വള്ളികൾ, ഒരു മരം നിൽക്കുകയാണ്, എത്രയോ കാലമായിട്ട് നിൽക്കുന്ന ഒരു പേരാൽ. ആ പേരാലിൻ്റെ വേരുകൾ ഇങ്ങനെ താഴേക്ക് വന്നിട്ട് ആ പേരാലിൻ്റെ വേരുകളാൽ താങ്ങി നിർത്തപ്പെടുന്ന ഒരു പാലം, അതാണ് ലിവിംഗ് റൂട്ട് ബ്രിഡ്ജ്. ശരിക്കും നമ്മളെല്ലാം താങ്ങി നിർത്തുന്ന അതേ റൂട്ടുകൾ പോലെ തന്നെ ഒരു മരം. ലിവിംഗ് റൂട്ട് ബ്രിഡ്ജ് ആയാലും മേഘാലയ ആയാലും ഷില്ലോങ് ആയാലും ഗുവാഹത്തി ആയാലും റീല് മാത്രം ഉദ്ദേശിച്ച് വന്ന ഒരു ടീം നമ്മളോടൊപ്പം ഉണ്ട്. ഒരു അധ്യാപികയുണ്ട്, ഒരു എൻ്റർപ്രണറും ഉണ്ട്, സിസി ആൻഡ് സുനിത. യാത്ര തുടങ്ങി അപ്പം മുതൽ ഒരേപോലെ ഡ്രസ്സ് ഇടുക, എവിടെ പോയാലും റീൽ എടുക്കുക. പക്ഷെ മനോഹരമായിട്ടുള്ള റീലുകൾ പെട്ടെന്ന് ഉണ്ടാക്കും കേട്ടോ.
ജന്മജന്മാന്തര പുണ്യങ്ങളിലേക്ക് ആഴ്ന്നു നിൽക്കുന്ന വേരുകൾ, ആ വേരുകളെ തന്നെയാണ് നമ്മളിവിടെയും കാണുന്നത്. ഈ മരം ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായിട്ടുണ്ടാവും? ഒരു പിടിയില്ല. പക്ഷേ ഇത് നൽകുന്ന ചൈതന്യത്തെ, ഇത് നൽകുന്ന അനുഭൂതികളെ നമുക്ക് മനസ്സിലാക്കാനാകുന്നത് ഈ ഒരു പാലത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ തന്നെയാണ്. വേരുകൾ മറയായി, വേരുകൾ വേലികളായി, വേരുകൾ തന്നെ സംരക്ഷണമായി, വേലികൾ അല്ലെങ്കിൽ ആ വേരുകൾ തന്നെ നമുക്ക് ഇരിപ്പിടമായിട്ടൊക്കെ മാറുന്ന അഭൂതമായ അനുഭൂതിയിലൂടെ. ലിവിങ് റൂട്ട് ബ്രിഡ്ജ്. ലിവിങ് റൂട്ട് ബ്രിഡ്ജ് ജീവിച്ചിരിക്കുന്ന മരത്തിൻ്റെ ജീവനുള്ള വേരുകളുടെ പാലമാണെങ്കിലും നമുക്കിത് ശരിക്കും നാച്ചുറലായിട്ട് ഉണ്ടായി വന്നതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതിനോടൊപ്പം വേറൊരു കാര്യമുണ്ട്. ഇതിനെ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനെ ഫോം ചെയ്തത് ഇവിടുത്തെ ആദിവാസികളാണ്. ഇതൊരു നാച്ചുറൽ റബ്ബർ പ്ലാന്റ് എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പക്ഷേ എങ്ങനെ നോക്കിയിട്ടും ഇതൊരു റബ്ബർ മരമാണെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇവിടെ എഴുതിയിരിക്കുന്നത് ഏൻഷ്യൻ റബ്ബർ പ്ലാന്റ് എന്നാണ്. പക്ഷേ എന്താണെന്ന് അറിയില്ലെങ്കിലും നമുക്ക് ഇതൊരു ആദിവാസികൾ ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ ശരിക്കും നാച്ചുറൽ ആയിട്ടുള്ളത് തന്നെയാണ്. കാരണം പ്രകൃതിയെ അറിയുന്ന, പ്രകൃതിയിൽ തന്നെ ജീവിക്കുന്നവരാണല്ലോ അവർ. അപ്പോൾ അങ്ങനെ ഒരു ബ്രിഡ്ജ് കാണാനായത്, ആ ബ്രിഡ്ജിൻ്റെ ചുവട്ടിൽ ഒരു അല്പനേരം ഇരിക്കാനായത്, ഈ ജലത്തെ സ്പർശിക്കാനായതൊക്കെ മഹാഭാഗ്യം തന്നെ. Mochida's Moksha, Journey to the Self.